പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്ന ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ച് വലിയ പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് ഡോളർ ഇങ്ങോട്ട് വാങ്ങും ആളുകളെ തങ്ങളുടെ മതത്തിലേക്കും വിശ്വാസത്തിലേക്കും ആകർഷിക്കുന്ന ഒരു കൂട്ടം മിഷണറിമാരുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെയെങ്ങുമല്ല, അത് അമേരിക്കയിലും യൂറോപ്പിലുമാണ്. ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത് ലോകം ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ അതിശക്തമായി വളരുന്ന ഹൈന്ദവ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലും ഹിന്ദുമതം പടർന്നു പിടിക്കുന്നതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക്. നിങ്ങൾ ഇതുവരെ ഹാലലിയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വലിയ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. മലയാളികളായ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് 9ാം ദിവസമാണിന്ന്. ഇന്നലെ NIA കോടതിയിൽ അവർക്കെതിരെ സർക്കാർ ഉയർത്തിയ വാദം അവർ മതപരിവർത്തനം നടത്തുന്നവരാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നായിരുന്നു. ഇന്നൊരു പക്ഷേ അവർക്ക് ജാമ്യം ലഭിച്ചേക്കാം. എങ്കിൽ പോലും വാദം ശ്രദ്ധിക്കണം, അവർ മതപരിവർത്തനം നടത്തുന്നവരാണ്. ഈ രാജ്യത്ത് മതപരിവർത്തനം ഒരു വലിയ കുറ്റകൃത്യമാണെന്നാണ് സർക്കാർ സംവിധാനങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം. ഈ പശ്ചാത്തലത്തിൽ വേണം ലോകമെങ്ങും ഹൈന്ദവ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുവാൻ. അതിൻ്റെ പശ്ചാത്തലമായി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹൈന്ദവ ജനസംഖ്യയുടെ വർധനവിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പ്യൂ റിസർച്ച് സെന്റർ പോലെയുള്ള സംവിധാനങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ജനസംഖ്യ കണക്കുകൾ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹിന്ദു ജനസംഖ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 3.37 മില്യൺ ഹൈന്ദവരുണ്ട്. കാനഡയിൽ ഹിന്ദുക്കളുടെ എണ്ണം 2001 3 ലക്ഷമായിരുന്നിടത്ത് 2021 കണക്കിലേക്ക് വരുമ്പോൾ 9 ലക്ഷത്തിലേക്കാണ് അത് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 3 ഇരട്ടി വർധനവ്. ഓസ്ട്രേലിയയിൽ 2021 കണക്കനുസരിച്ച് 6,84,000 ഹൈന്ദവരാണ് ജനസംഖ്യയിലുള്ളത്. അതായത് അവിടുത്തെ ജനസംഖ്യയുടെ 3% ഹൈന്ദവരായിരിക്കുന്നു. യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ UK-യിൽ 10.7 ലക്ഷം, ഇറ്റലിയിൽ 2.23 ലക്ഷം, ജർമ്മനിയിൽ 1.3 ലക്ഷം, ഫ്രാൻസിൽ 1.5 ലക്ഷം, നെതർലാൻഡ്സിൽ 1.8 ലക്ഷം എന്നിങ്ങനെ പല രാജ്യങ്ങളിലും ഹിന്ദു സമൂഹങ്ങൾ ഇപ്പോൾ ലക്ഷങ്ങളിലേക്ക് വളർച്ച പ്രാപിച്ചിരിക്കുന്നു. ഈ വളർച്ചാ നിരക്കെല്ലാം ഇന്ത്യ പോലെയുള്ള ഹൈന്ദവ ഭൂരിപക്ഷ ദേശങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആളുകൾ അവിടെല്ലാം ചെന്ന് പാർത്തത് കൊണ്ടുണ്ടായ വർധനവും മാത്രമല്ല, ഭക്തി പ്രസ്ഥാനങ്ങളിലൂടെയും സസ്യാഹാര രീതിയിലൂടെയും നാമജപത്തിലൂടെയും കൃഷ്ണഭക്തിയിലൂടെയും ഒക്കെ ഹിന്ദു വിശ്വാസം സ്വീകരിച്ച പാശ്ചാത്യരും ഈ എണ്ണത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രവർത്തനങ്ങൾ മതപരിവർത്തനത്തിന്റെ നിർവചനത്തിനകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ്. കുടിയേറ്റം മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഹൈന്ദവ ജനസംഖ്യ വർദ്ധിക്കുവാൻ കാരണം. അതായത് ഒരു 30% ആളുകളെങ്കിലും തദ്ദേശീയരാണ് അവിടെയൊക്കെ ഹൈന്ദവരായി മാറിയിരിക്കുന്നത്. കുറച്ചുകൂടെ വിശദമായി ഇതിലേക്ക് വരികയാണ്. 1ാം ഭാഗത്ത് യോഗ എന്ന സോഫ്റ്റ് പവറിനെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് ലോകമെമ്പാടും ഇതൊരു ട്രെൻഡാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം വാഗ്ദാനം ചെയ്തും പ്രലോഭിപ്പിച്ചുമാണ് കോടിക്കണക്കിന് പാശ്ചാത്യരെ യോഗയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. യോഗയിലൂടെ ഹൈന്ദവികതയിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അമേരിക്കയിൽ മാത്രം ഏകദേശം 4 കോടി ആളുകൾ യോഗ ചെയ്യുന്നവരാണെന്നാണ് കണക്ക്. യൂറോപ്പിലെ കാര്യവും വ്യത്യസ്തമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയതോടെ ലോകം മുഴുവൻ യോഗയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രചാരമാണ്. അത് ജനലക്ഷങ്ങളെയാണ് യോഗയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഇവിടെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഗ വെറും ഒരു വ്യായാമ മുറ മാത്രമാണോ? അതോ ഹിന്ദു മതത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണോ? യോഗ ക്ലാസ്സുകളിൽ തുടങ്ങി മെഡിറ്റേഷൻ സെന്ററുകളിലൂടെ ആശ്രമങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ പാവം സായിപ്പ് അറിയാതെ ഒരു പുതിയ വിശ്വാസക്രമത്തിലേക്ക്, ഒരു പുതിയ മതത്തിലേക്ക് മാറുന്നുണ്ടോ?
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യോഗ പ്രചരണം തന്ത്രപൂർവമുള്ള ഹിന്ദു മതത്തിൻ്റെ ഒരു സോഫ്റ്റ് എൻട്രിയായി മാറിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഹൈന്ദവ മത പ്രചരണത്തിൻ്റെ ഈ സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പാശ്ചാത്യരോട് നടത്തിയ പ്രസംഗം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇന്ന് കളത്തിൽ കളിക്കാരായി നിരവധി പ്രമുഖരുണ്ട്. ഒന്ന് ഇസ്കോൺ, AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ സ്ഥാപിച്ച ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇതൊരു വൈഷ്ണവ മത സംഘടനയാണ്. ഇസ്കോണിന് ഇന്ന് ലോകമെമ്പാടുമായി 850-ലധികം ക്ഷേത്രങ്ങളും യോഗ സെന്ററുകളുമുണ്ട്. ഒരു ആഗോള പ്രസ്ഥാനമായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണഭക്തിയിലൂടെ പാശ്ചാത്യരെ ആകർഷിക്കുന്നതിൽ അവർ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒരു കെട്ട് പുസ്തകങ്ങളുമായി, അതും സൗജന്യമായി ഇതൊക്കെ നൽകിക്കൊണ്ട് വളരെ അഗ്രസീവായി ആളുകളെ പിടിക്കുന്ന മിഷണറിമാർ, ട്രെയിൻഡ് മിഷണറിമാർ ഇവർക്ക് ധാരാളമുണ്ട്. ഇന്ന് ഇവർക്ക് ലോകമെമ്പാടുമായി 10 ലക്ഷത്തിലധികം സജീവ അംഗങ്ങളാണുള്ളത്. ഈ 2025 മാത്രം ഇതുവരെ അവർ വിതരണം ചെയ്തിരിക്കുന്നത് ലോകമെമ്പാടുമായി 10 ലക്ഷത്തിലധികം പുസ്തകങ്ങളാണെന്ന് അവരുടെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 1965 മുതലുള്ള കണക്കുകൾ എടുത്താൽ 60 കോടി 7 ലക്ഷം പ്രസിദ്ധീകരണങ്ങൾ അവർ ഹിന്ദുമത പ്രചരണത്തിനു വേണ്ടി പാശ്ചാത്യ നാടുകളിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ആർട്ട് ഓഫ് ലിവിങ്. ശ്രീ രവിശങ്കറിന്റെ സുദർശന പ്രക്രിയ എന്ന ശ്വസന വ്യായാമത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അദ്ദേഹം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള ഒരു വഴിയായി തുടങ്ങി അതൊരു ജീവിത രീതിയായി തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രത്യേകത. മൂന്നാമത് ഇഷ ഫൗണ്ടേഷൻ. സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷൻ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിലൂടെയാണ് പാശ്ചാത്യ ലോകത്ത് പ്രശസ്തമായത്. കോർപ്പറേറ്റ് ലോകത്തെയും ടെക് വിദഗ്ധർക്കിടയിലെയും വലിയ സ്വാധീന ശക്തിയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കൂടാതെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ മാതാ അമൃതാനന്ദമയി മഠം, ചിന്മയ മിഷൻ, സ്വാമിനാരായണൻ സംസ്ഥ തുടങ്ങിയ നിരവധി സംഘടനകൾ സജീവമായി പാശ്ചാത്യ രാജ്യങ്ങളിൽ മതപരിവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ഗുരുക്കന്മാർക്കും സന്യാസികൾക്കും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ വലിയ സെലിബ്രിറ്റി പരിവേഷമാണുള്ളത്. അവർ അത്യാഡംബരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇനി ഇവരുടെ പ്രവർത്തന രീതി എന്താണെന്നാണ് മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത്. ഇവരുടെ പ്രവർത്തന രീതി വളരെ തന്ത്രപരമാണ്. അതിനെ നമുക്കൊരു സ്പിരിച്വൽ ഫണൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ഫണലിൻ്റെ 1-ാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ സൗജന്യ യോഗ ക്ലാസ്സുകളുണ്ട്, യൂട്യൂബ് വീഡിയോകളുണ്ട്, സോഷ്യൽ മീഡിയയിലെ പ്രചോദനാത്മകമായ പോസ്റ്റുകളും റീലുകളുമുണ്ട്, ധാരാളം പുസ്തകങ്ങളും ലഘുലേഖകളുമുണ്ട്. ഇതിലൂടെയൊക്കെ ധാരാളം ആളുകൾ ഇവരുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇവിടെയെങ്ങും മതത്തെക്കുറിച്ചൊരു സംസാരവുമില്ല. മതം അവിടെ ഒരു വിഷയമേ അല്ല. സമാധാനം, സന്തോഷം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഇതൊക്കെയാണ് പ്രധാനമായ സംസാര വിഷയങ്ങൾ. ഈ ഫണലിൻ്റെ 2-ാം ഘട്ടത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് വ്യക്തിപരമായ ഇടപെടലിൻ്റെ ഒരു ഘട്ടമാണ്. മുൻപറഞ്ഞ മാധ്യമങ്ങളിലൂടെ താല്പര്യം കാണിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്ന വർക്ക്ഷോപ്പുകൾ, കോഴ്സുകൾ, ഇന്നർ എഞ്ചിനീയറിംഗ്, ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള വ്യക്തിപരമായ ഇടപെടൽ നടത്തുന്ന ഒരു ഗുരുവിൻ്റെ കീഴിലേക്ക് ആളുകളെ എത്തിക്കുന്ന സംവിധാനമാണ് അടുത്ത ഘട്ടം. അവിടേക്ക് വരുമ്പോഴാണ് ഹിന്ദു മതത്തിൻ്റെ തത്വങ്ങൾ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇനി ഫണലിൻ്റെ 3-ാം ഭാഗത്തേക്ക് നോക്കുക. അതിനെ നമുക്ക് പരിവർത്തന ഘട്ടം എന്ന് വിളിക്കാം. അതായത് ആദ്യത്തെ 2 ഘട്ടങ്ങളിലൂടെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളെ, അതായത്
ആദ്യം അവർ സൗജന്യമായി കൊടുക്കുന്ന ലഘുലേഖകളിലൂടെ, വീഡിയോകളിലൂടെ, യോഗയിലൂടെയൊക്കെ ആകർഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഇന്നർ കോഴ്സുകളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയും താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ആളുകളെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു രൂപാന്തരത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ അവർ പൂർണ്ണമായും ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കത്തക്ക നിലയിൽ ആശ്രമങ്ങളിലേക്ക് എത്തിക്കുന്നു. പലരും തങ്ങളുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് പൂർണ്ണ സമയ ഡിവോട്ടികളായി, അനുയായികളായി മാറുന്നു. അവരുടെ വസ്ത്രധാരണം മാറുന്നു, ആഹാര രീതി മാറുന്നു. അങ്ങനെ സമ്പൂർണമായ ഹൈന്ദവികതയുടെയും മതപരിവർത്തനത്തിൻ്റെയും അടുത്ത ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ലോകം മുഴുവൻ, പ്രത്യേകിച്ച് പാശ്ചാത്യ സമ്പന്ന രാജ്യങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ വളരെ തന്ത്രപൂർവം ഇങ്ങനെ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളെ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നു, മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും ആ സമൂഹങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നില്ല. കണക്കുകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. ധാരാളം കുടിയേറ്റക്കാരുണ്ട്. അതുകൊണ്ട് ഹൈന്ദവരുടെ സ്വാഭാവികമായ ഒരു വളർച്ച, ഇന്ത്യയിൽ നിന്നും മറ്റ് ഹൈന്ദവ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവർ, കുടിയേറ്റക്കാർ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഹിന്ദുമതം അവിടെ വളരുന്നത്, ഹിന്ദു വിശ്വാസം വളരുന്നത് എന്ന ചിന്തയാണ് പൊതുവിലുള്ളത്. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മതങ്ങളിൽ വിശ്വസിക്കുന്ന, ജനിച്ചു വളർന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് ഇതുപോലെയുള്ള ട്രാപ്പുകളിലൂടെ എത്തിപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പണത്തിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്കിനെ കുറിച്ച് കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഈ ആത്മീയ സാമ്രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ പിൻബലത്തിലാണ്. അവരുടെ വരുമാന സ്രോതസ്സുകൾ പലതാണ്. $100 മുതൽ $1000 വരെയാണ് ഓരോ കോഴ്സുകൾക്കും ഈ ഗുരുക്കന്മാരും ഈ പ്രസ്ഥാനങ്ങളും ഈടാക്കുന്നത്. ഗുരുക്കന്മാരുടെ പുസ്തകങ്ങൾ, CD-കൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഇവയുടെയൊക്കെ വിൽപ്പനയിലൂടെ അനേക കോടികൾ ഇവർ സമ്പാദിക്കുന്നുണ്ട്. ഇത് മാത്രവുമല്ല, പാശ്ചാത്യരായ അനുയായികൾ ഇവരുടെ അനുയായികളായി പൂർണ്ണമായി കഴിയുമ്പോൾ അവരുടെ മുഴുവൻ സമ്പത്തും ഈ പ്രസ്ഥാനങ്ങൾക്ക് അവർ ദാനമായി നൽകുന്നു, സംഭാവനയായി നൽകുന്നു. ഇനി ഈ പണം ഉപയോഗിച്ച് അമേരിക്കയിലും യൂറോപ്പിലും വലിയ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും യോഗാ കേന്ദ്രങ്ങളും ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നു. ലാഭരഹിത പ്രസ്ഥാനങ്ങളായതുകൊണ്ട് രാജ്യത്തിനൊന്നും നികുതിയും കൊടുക്കേണ്ട കാര്യമില്ല. കോടികൾ മറിയുന്ന ഒരു വലിയ ബിസിനസ്സായി, ആത്മീയ ബിസിനസ്സായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ കണക്കുകളൊന്നും സുതാര്യമായി നമുക്ക് ലഭ്യമല്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ ഇന്ത്യയെക്കുറിച്ച് കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ NGO-കളുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി വിദേശ ഫണ്ട് സ്വീകരിക്കുവാനുള്ള FCRA രജിസ്ട്രേഷൻ BJP ഗവൺമെന്റ് എടുത്തു കളഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. അതേസമയം ലോകമെങ്ങുമായി പ്രവർത്തിക്കുന്ന ഈ ഹൈന്ദവ സംഘടനകളുടെ എല്ലാം FCRAയ്ക്ക് ഒരു കുഴപ്പവുമില്ല. അവർ അവിടെ നിന്ന് ധാരാളം പണം ശേഖരിക്കുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടുത്തെ ഈ ഹൈന്ദവ തീവ്രവാദ സംഘടനകളുടെ എല്ലാം പണത്തിൻ്റെ ഒഴുക്ക്, അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പുറകിൽ എന്താണ് അവരുടെ സാമ്പത്തിക സോഴ്സ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ എത്തിച്ചേരുന്ന കോടിക്കണക്കിന് ഡോളറാണ് എന്ന് നമ്മൾ തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യോഗയുടെയും സമാധാനത്തിൻ്റെയും പേരിൽ, ധ്യാനത്തിൻ്റെ പേരിൽ തുടങ്ങി വ്യക്തമായ സംഘടനാ സംവിധാനങ്ങളിലൂടെ കോടിക്കണക്കിന് ഡോളർ ഫണ്ട് ശേഖരിച്ച് ആയിരക്കണക്കിന് പാശ്ചാത്യരെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു ശൃംഖല ലോകമെങ്ങും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ സമ്പന്ന രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ നാം സാംസ്കാരിക വിനിമയം എന്നാണോ വിളിക്കേണ്ടത്, അതോ ഒരു പുതിയ തരം മിഷണറി പ്രവർത്തനം എന്ന് വിളിക്കണമോ? ഒരു മതം അതിൻ്റെ വേരുകൾ കടന്ന് പുതിയ രാജ്യങ്ങളിൽ പുതിയ ആളുകളെ തങ്ങളിലേക്ക് ചേർക്കുന്നതിനെയാണ് മതപരിവർത്തന ശ്രമമെന്ന് വിളിക്കുന്നത്. അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അതിലെന്താണ് തെറ്റുള്ളത്? ക്രൈസ്തവ മിഷണറിമാർ ചെയ്യുന്നതും ഇത് തന്നെയാണ്, ഒരു സംശയവുമില്ല.
വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകി ജനങ്ങളെ ആകർഷിക്കുന്നു. അവിടെ യോഗയും സമാധാനവുമാണ് നൽകുന്നതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് തെറ്റും മറ്റൊന്ന് ശരിയുമാകുന്നത് എങ്ങനെയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് പ്രത്യയശാസ്ത്രപരമായ ഒരു ഇരട്ടത്താപ്പ് ഈ സംഘടനകൾ, ഹിന്ദു പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ സർക്കാർ സംവിധാനങ്ങളോ ഹൈന്ദവ മതത്തിന്റെ സംവിധാനങ്ങളോ പ്രവർത്തകരോ എത്തിച്ചേരാൻ അറയ്ക്കുന്നിടത്ത് ദളിതന്റെയും ആദിവാസിയുടെയും ഗോത്ര ജനതയുടെയും ദുരിതപൂർണമായ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവരുടെ ഇടയിലേക്ക് ക്രൈസ്തവ മിഷണറിമാർ ത്യാഗപൂർണമായി ഇറങ്ങിച്ചെന്ന് അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിനെ നിർബന്ധിത മതപരിവർത്തനം എന്ന പേര് വിളിച്ച് തല്ലിയും കൊന്നും ജയിലിലടച്ചും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയും ഇവർ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുമ്പോൾ ലോകമെങ്ങും പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് സൗജന്യ അടുക്കളകൾ സ്ഥാപിച്ച് സസ്യാഹാര സ്കൂളുകൾ ഉണ്ടാക്കി യോഗ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് തന്ത്രപൂർവം അവരെ മതം മാറ്റം നടത്തുന്നതിനെ സാംസ്കാരിക കൈമാറ്റമായി ഉന്നമനമായി വീമ്പിളക്കുന്നതിനെ ഇരട്ടത്താപ്പെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? അമേരിക്കയിലും മറ്റും വലിയ പട്ടണങ്ങളിൽ ഈ മുൻപറഞ്ഞ ഹിന്ദു മിഷണറി പ്രസ്ഥാനങ്ങളുടെ സൗജന്യ അടുക്കളകളും സൗജന്യ ഭക്ഷണ വിതരണവുമുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങൾ താമസിക്കുന്ന ദളിതന്റെയും ആദിവാസിയുടെയും ഗോത്രമേഖലയിലേക്കും വന്ന് ഒരു സൗജന്യ അടുക്കള സ്ഥാപിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുവാനുള്ള പദ്ധതിയല്ലേ ഒരുക്കേണ്ടത്? ഈ സമ്പന്ന രാജ്യങ്ങളിൽ കൊണ്ടുപോയി അടുക്കളയിടുന്ന നേരത്തിന് ഇന്ത്യയിലെ ദരിദ്രനെ നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. ഇനി രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രമുഖമായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ ദിവസങ്ങളിൽ, എന്തിനാ നിങ്ങൾ ഛത്തീസ്ഗഡിലും ഉത്തരേന്ത്യയിലും ദളിത് ആദിവാസി മേഖലയിൽ പോയി മിഷൻ പ്രവർത്തനം നടത്തുന്നത്? നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ ചെയ്താൽ പോരെ എന്നാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ 1 നൂറ്റാണ്ട് മുമ്പ് വിദേശത്ത് നിന്നെത്തിയ ക്രൈസ്തവ മിഷണറിമാർ വന്നപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എത്ര ദയനീയമായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രമൊന്ന് നോക്കണം. അവരിവിടെ വന്നപ്പോൾ ഈ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ ഈ ജനങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തി ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു. മാത്രവുമല്ല, ജാതിയിൽ താണവർക്ക്, ദളിതർക്ക്, ആദിവാസികൾക്ക് വഴി നടക്കാൻ പോലും അർഹതയില്ലായിരുന്നു. നമ്മുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ അവകാശമില്ലായിരുന്നു. ക്രിസ്ത്യാനികൾ, മിഷണറിമാർ ഇവിടെ വന്ന് നമുക്ക് വിദ്യാഭ്യാസം തന്ന് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യം വരുത്തി, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഇവിടെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മിഷണറിമാരെ ബോധപൂർവം മറന്നു കളയാറുണ്ട്. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? ഈ സംസ്ഥാനം ഇന്നെത്തിയ നിലയിലേക്ക് പുരോഗമിച്ചത് ക്രൈസ്തവ മിഷണറിമാരുടെ ത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ടായിരുന്നു. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഛത്തീസ്ഗഡിലെ ആദിവാസിയെ പോലെയും ദളിതനെ പോലെയും നമ്മളും കിടക്കേണ്ടതായിരുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന് ക്രൈസ്തവ മിഷണറിമാർ ഛത്തീസ്ഗഡിലും അതുപോലുള്ള സ്ഥലങ്ങളിലും പോയി പ്രവർത്തിക്കുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട്. നമ്മൾക്കുണ്ടായ ഉയർച്ച പോലെ അവിടുത്തെ ദളിതനും അവിടുത്തെ ആദിവാസിക്കും വിദ്യാഭ്യാസവും അറിവും ഉയർച്ചയും അവൻ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവരവിടെ പോയി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നത്. രണ്ടാമത് ഉയർത്തപ്പെട്ട ഒരു ചോദ്യം, അത് ഉയർത്തിയത് TP സെൻകുമാർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ പോലീസ് മേധാവിയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ഭാഗമായി നിൽക്കുകയാണ്. അദ്ദേഹം ഉയർത്തിയ ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് പോകുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല? സെൻകുമാർ സാറേ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാതെയല്ലത് പറയുന്നതെന്ന് എനിക്കറിയാം. ലോകത്തിലെല്ലാ മുസ്ലിം രാജ്യങ്ങളിലും 100 കണക്കിന് ക്രൈസ്തവ മിഷണറിമാരുണ്ട്. പ്രതികൂലങ്ങളില്ലെന്നല്ല, എതിർപ്പുകളില്ലെന്നല്ല, അവിടെയൊക്കെ നിരവധി പേർ രക്തസാക്ഷികളുമായിട്ടുണ്ട്.
ആ എതിർപ്പുകളെ അതിജീവിച്ചും എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടും തന്നെ ഞങ്ങൾ അറിഞ്ഞ വിശ്വാസത്തിൻ്റെ ആ തീവ്രത അതുകൊണ്ട് മാത്രം മറ്റുള്ളവരെ കൂടെ ആ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, ആ സമർപ്പണം കൊണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും നൂറുകണക്കിന് മിഷണറിമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ വിചാരിക്കുന്നത് പോലെ മുസ്ലിം രാജ്യത്തേക്കൊന്നും ഞങ്ങൾ പോകാതിരിക്കുന്നില്ല. അവിടെയെല്ലാം ഞങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഇതിനെ തടഞ്ഞു നിർത്തുവാൻ ലോകത്തിൽ നിരവധി ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി പേർ കൊല്ലപ്പെട്ടേക്കാം, നിരവധി പേർ പീഡിപ്പിക്കപ്പെട്ടേക്കാം, നിരവധി പേർ ജയിലിലായേക്കാം. പക്ഷേ ഈ വിശ്വാസത്തെ, സുവിശേഷത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. യോഗയിലൂടെ ലോകത്തിൽ ഹൈന്ദവ വിശ്വാസം, ഹൈന്ദവ മതം വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളത് ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമല്ല. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.